Dear students, welcome to Learner's World. In this video, I'm going to talk about Preamble, FAUGP, VSc English Commerce and Management, Framing Values, Literary and Cultural Narratives for Commerce and Management, 3rd semester, Calcutta University. Preamble to the Indian Constitution. Indian ഭരണഘടനയുടെ ആമുഖം. Preamble means ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഓരോ ഇന്ത്യൻ പൗരനും ഈ ഒരു പ്രിയാമ്പിൾ അറിഞ്ഞിരിക്കണം, ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. The preamble to the Indian Constitution is a brief introductory statement in a document that explains the document's philosophy and objectives. ഇതിൽ പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ ചുരുക്ക രൂപത്തിലുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പ്രസ്താവനയാണ്, ഒരു ഡോക്യുമെൻ്റ് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫിലോസഫിയും ഒക്കെയാണ് ഇതിൽ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഓൺ 26 November 1949, കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 26 January 1950. അഡോപ്റ്റ് ചെയ്യുന്നത് 26 November 1949 പിന്നീട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 26 January 1950. ഇതാണ് പ്രിയാമ്പിൾ, നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens. We, നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്. We, the people of India, ഞങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, having solemnly resolved to constitute India into a sovereign. Sovereign means ഒരു പരമാധികാരമുള്ള, ഇന്ത്യ ഒരു പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് സെക്യൂർ ടു ഓൾ സിറ്റിസൻസ്. അതായത് മതേതരം ആയിട്ടുള്ള ഒരു ഇന്ത്യനെ, ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യനെ രൂപപ്പെടുത്തുവാനും ഇതിൽ എല്ലാ പൗരന്മാർക്കും താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ജസ്റ്റിസ്, നീതി, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അതായത് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള ഒരു നീതി ഉറപ്പാക്കുക. അതുപോലെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ലിബർട്ടി മീൻസ് ഫ്രീഡം, അതായത് നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് എക്സ്പ്രസ് ചെയ്യാൻ, അതായത് നമ്മൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മൾ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അത് സ്വീകരിക്കാനും അത് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടി ഇതിൽ പറയുന്നുണ്ട്. ദെൻ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. ഇക്വാലിറ്റി, തുല്യത, സമത്വം, അതായത് നിലനിൽപ്പിനും അവസരങ്ങളിലും ഒക്കെ തുല്യത ഉറപ്പുവരുത്തുക, എല്ലാവരും ഈക്വലാണ് എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഫ്രാറ്റർണിറ്റി, സഹോദര്യം, assuring the dignity of the individual and the unity and the integrity of the nation. അതായത് വ്യക്തിയുടെ മാനവമൂല്യവും അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും ഉറപ്പുവരുത്തുക. അതുപോലെ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do here be adopt, enact and give to ourselves this constitution. അതായത് ഇന്ത്യയുടെ ഈ ഒരു ഘടനാസഭയിൽ 1949 November 26 ഈ ഒരു ഡേറ്റിൽ ഞങ്ങളിതിലൂടെ ഈ ഭരണഘടന സ്വീകാര്യമാക്കുന്നു, അതുപോലെ നിയമരൂപം കൊടുക്കുന്നു,